ഒരു ശരാശരി ഇൻസ്റ്റഗ്രാം യൂസറാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇന്നലെ നിങ്ങൾ മറ്റുള്ളവരുടെ സ്റ്റോറി നോക്കുമ്പോൾ ഒരു കാര്യം കണ്ടു കാണും. ഓൾ ഐസ് ഓൺ റാഫ, ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട്. ഞാൻ തന്നെ ലാസ്റ്റ് 40 മില്യണോളം ആൾക്കാർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റോറി ആയിട്ട്. അതുപോലെ ഒരുപാട് ഡൊണേഷൻ ക്യാമ്പയിൻസും മറ്റുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും സ്റ്റോറി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് ഈ റാഫേൽ സംഭവിച്ചത്? എന്തിനാണ് അവിടെ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഗ്ലോബലി ഇതൊരു ചർച്ചാ വിഷയമാകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് കാണും. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റോറി ഇട്ടവർക്ക് പോലും അറിഞ്ഞുകൂടായിരിക്കും എന്താണ് റാഫേൽ നടക്കുന്നത്, എന്താണ് അവിടുത്തെ ഇഷ്യൂ. ആക്ച്വലി ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നതിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതിലൂടെ റീച്ച് ഔട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. സോ ഞാനിതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണം. സോ ഗൂഗിൾ ചെയ്തു, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞപ്പോഴാണ് അവിടെ ഇത്രയും വലിയൊരു ക്രൈസിലൂടെയാണ് അവിടെയുള്ള ആൾക്കാർ പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചത്. സോ ബേസിക്കലി ഞാനിവിടെ എന്താണ് അവരുടെ ഇഷ്യൂ എന്ന് ഞാൻ പറഞ്ഞുതരാം. പാലസ്തീനിലെ ഒരു സിറ്റിയാണ് റാഫ എന്ന് പറയുന്നൊരു സ്ഥലം. അതായത് നമ്മുടെ ഇപ്പോൾ ഈ തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്മോൾ ഏരിയ, ഒരു സ്ട്രിപ്പ് പോലത്തെ ഒരു ഏരിയയാണ്, ഒരു കുഞ്ഞ് ഏരിയയാണ് ഈ റാഫ എന്ന് പറയുന്നത്. പലസ്തീനിലും ഇസ്രായേലിനുമായിട്ട് നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ ചരിത്രം തേടി പോകണമെങ്കിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ അറബ് പോപ്പുലേഷനാണ്. അവിടെയുള്ള ജൂ പോപ്പുലേഷനെതിരെ സ്റ്റാർട്ട് ചെയ്തൊരു വാറാണ്. അങ്ങനെയാണ് ഇവർ ഈ പലസ്തീനും ഇസ്രായേലും തമ്മിലൊക്കെ ഒരു വാറായിട്ടത് അവസാനം ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. എനിവേ കറൻ്റ്ലി പലസ്തീനും ഇസ്രായേലും തമ്മിൽ ശത്രു രാജ്യങ്ങളാണ്. അങ്ങനെ ഈ ഇസ്രായേൽ രാജ്യം പലസ്തീനിലെ ഈ ഒരു റാഫ എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെ നോർത്ത്, മിഡില്, സൗത്ത് ഇങ്ങനെയുള്ള 3 പോർഷൻസ് ഉണ്ട് ഈ റാഫയിൽ. അപ്പോൾ ഇസ്രായേൽ അവിടെ നുഴഞ്ഞു കയറിയിട്ട് ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത്, ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ്, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു അഭയാർത്ഥിയെ പോലെ കഴിയേണ്ട ഒരു അവസ്ഥ, അതാണ് ആക്ച്വലി അവിടെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ആദ്യം അവിടെ പിടിച്ചടക്കിയിട്ട് പറഞ്ഞു അവിടെയുള്ള ജനങ്ങളെടുത്ത് നിങ്ങൾ ഈ മിഡിൽ പോർഷനിലോട്ട് പോകാൻ പറയുന്നു. ഓക്കെ ശരി, അവർ പിടിച്ചടക്കി. ആൻഡ് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് നീക്ക് അവിടെ എവിടെയെങ്കിലും പോയി കിട എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ പോയാലും നമ്മുടെ നാടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഇവിടെ ഉള്ളൊരു ഫ്രീഡം. സോ അത് അവർക്ക് അവിടെ ഇല്ല. അങ്ങനെ അവർ ആ മിഡിൽ പോർഷനിലോട്ട് പോവുകയാണ്. മിഡിൽ പോർഷനിൽ എത്തിയപ്പോൾ വീണ്ടും ഇസ്രായേൽ അവരെ ഫോഴ്സ് ചെയ്യുകയാണ് സദേൺ പോർഷനിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ അവർ വീണ്ടും സദേൺ പോർഷനിലോട്ട് പോയപ്പോൾ അവർ വീണ്ടും ഫോഴ്സ് ചെയ്യുന്നു ആ രാജ്യം വിട്ടു പോകാൻ വേണ്ടി. ഇനി അങ്ങോട്ട് പോയാൽ അത് ഈജിപ്തിൻ്റെ അതിർത്തിയാണ്. ഒരിക്കലും അവർ സമ്മതിക്കില്ല ഇവരുടെ എൻട്രിക്ക് വേണ്ടി. അവരുടെ രാജ്യത്തിൽ ഇപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിക്കാൻ വേണ്ടി. ആൻഡ് ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണമില്ല, ഫുഡ് എത്തുന്നില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇല്ല. ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂവിൻ്റെ ബേസിസിൽ തന്നെ. അങ്ങനെ സ്ട്രഗിൾ ചെയ്യണം അവിടുത്തെ ഒരാൾക്കാർ ഒരു കൊല്ലമായിട്ട്. ഈ ഒരു ഇഷ്യൂ വന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ന്യൂസസൊക്കെ കാണുന്നതാണല്ലോ. അവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിൽ ചർച്ചാ വിഷയമാവുകയും തുടർന്ന് ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ ഇസ്രായേലിന് വെപ്പൺസ് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ US ഒക്കെ ആയിരുന്നു. ആൻഡ് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം റാഫേലുള്ള ആൾക്കാർ ഇനി ദ്രോഹിക്കുകയാണെങ്കിൽ വെപ്പൺസ് തരില്ല എന്ന് വരെ പറയുന്നു. അങ്ങനെ രീതിയിൽ ആ ഒരു രീതിയിൽ വരെ ഗ്ലോബലി ഇതിനൊരു അറ്റൻഷൻ കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ നടന്ന സംഭവം. ഇതുകൊണ്ടാണ് ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറയേണ്ടി വന്നത്. അവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ അഭയാർത്ഥികളാക്കുന്ന ഒരവസ്ഥ. ഇവിടെ നമുക്കൊരു ഫ്രീഡം ഇല്ല. നമ്മുടെ വീട്ടിൽ നമ്മളുടെ സ്ഥലത്തിരിക്കാനുള്ളൊരു അവകാശം ഇല്ലാതായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാലുള്ള അവസ്ഥ വരച്ചു. അതുപോലെയാണ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ സപ്പോർട്ടായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ വന്നത്. ആൻഡ് ഞാൻ അത് എന്തിനു എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് അറിയാത്ത ഒരുപാട് പേര് കാണും. സോ അവർക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാവട്ടെ. ആൻഡ് ഇപ്പോൾ ഞാൻ ഇനി ഓഫ് ദ ടോപ്പിക്കാണ്. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം ഞാനൊരു ക്യാമറയിലാണ് പൊതുവെ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ ഇട്ടത് ആക്ച്വലി ഇപ്പോൾ ട്രെൻഡിങ് ടോപ്പിക്സ് ഇപ്പോൾ യൂട്യൂബിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ സപ്പോർട്ടിങ് കുറയുന്നുണ്ട്. സോ ട്രെൻഡിങ് ടോപ്പിക്സ് ഇട്ടാൽ എന്തെങ്കിലും റീച്ച് കിട്ടുമോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഈ ഒരു ഇഷ്യൂ, റാഫേൽ ഇഷ്യൂ, അത് ഒരുപാട് പേർക്ക് അറിയില്ല അതിൻ്റെ ഗൗരവം എന്താണ്. അതും കൂടെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. മെയിൻ ഇൻറ്റൻഷൻ ഓഫ് കോഴ്സ് ഇതാണ്. യൂട്യൂബിൽ ട്രെൻഡിങ് ടോപ്പിക്സിനാണെങ്കിൽ കുറച്ചുകൂടെ റീച്ച് കിട്ടും, ടു ബി ഫ്രാങ്ക് പറയട്ടെ. ആൻഡ് ഈ ഒരു ഇഷ്യൂ ഒരുപാട് പേര് സ്റ്റോറിയൊക്കെ ആക്കുന്നുണ്ട്. എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ എന്നൊരവസ്ഥയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.